ഹലോ ഹൽക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി റെഡിയായി നിന്ന് കഴിയുമ്പോൾ ഇതേപോലെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഓരോ ഗോഷ്ടി കാണിച്ച് ആ വീഡിയോസ് എടുത്ത് ചാച്ചനെ അയച്ചു കൊടുത്ത് വെറുപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി കെട്ടിയിട്ട് ഔട്ടിങ് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ പോണ വഴിക്ക് ചെറുതായിട്ടൊന്ന് വിശന്ന് കഴിഞ്ഞപ്പോൾ പപ്പ ഞങ്ങൾക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെറിയൊരു വിശപ്പിൻ്റെ അസുഖമുണ്ട്. കാണുമ്പോൾ അങ്ങനെ തോന്നില്ല എന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ കണ്ടത്. ഈ വഴി ഞങ്ങൾ മിക്കപ്പോഴും പോകാറുണ്ട്. കാരണം ഞങ്ങളുടെ ഏരിയയിൽ കുറച്ച് നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഡോണപ്പം ഭയങ്കര വാശിയും കരച്ചിലായിരുന്നു. ഉറക്കം വന്നിട്ടാണ്. ഏതപ്പനാണെന്നുണ്ടെങ്കിൽ നല്ല കുട്ടിയായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിലും ഏതപ്പൻ ഇപ്പോൾ അവന് പറ്റിയൊരു സ്ഥലമാണ്, അവനെ ചൊറിയാൻ വേണ്ടിയിട്ട് ആരും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ നല്ല കുട്ടിയായിട്ടിരിക്കും. ഡോണപ്പനാണെന്നുണ്ടെങ്കിൽ ഉറക്കം വന്നിട്ടുള്ള ആ ഒരു കരച്ചിലും ബഹളവും കാരണം ഞാൻ ഉറക്കാമെന്ന് വിചാരിച്ചു. കാരണം അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവൻ ഉറങ്ങിയില്ല ഗൈസ്. അവൻ എൻ്റെ മടിയിൽ ഇതേപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. പപ്പ ഞങ്ങൾക്ക് സെർവ് ചെയ്ത് തരാൻ കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും ഓർഡർ ചെയ്തില്ല, ഓരോ പോർഷൻ വെച്ചിട്ട് ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ടടാ റോഡ് ഫുള്ള് തവിട്ട് പൊടിയായിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അല്ലെങ്കിൽ നമ്മുടെ റോഡ് ഫുള്ള് കുണ്ടും കുഴിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ റോഡ് പണിയും കൂടി ആയതുകൊണ്ട് ഒന്നും പറയണ്ട, മഴയൊക്കെ പെയ്ത് ആകെ വെള്ളക്കെട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ കുറേ പുതിയ പുതിയ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നല്ല ഷോട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. മഴക്കാരും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മേഘങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ അവനും ഉറക്കമൊക്കെ വരുന്നുണ്ട്, പക്ഷെ അവൻ ഉറങ്ങിയില്ല. അപ്പോഴത്തേക്കും ഡോണപ്പം നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഡെസ്റ്റിനേഷനിലേക്കാണ് കേട്ടോ ഞങ്ങൾ അടുത്തതായിട്ട് എത്തിയത്. കാരണം ഫുഡ് അടി കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നത്. ഫുഡ് അടിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു വെള്ളാർപ്പാടം പള്ളിയിലേക്ക് പോയാലോ എന്ന്. കാരണം ഏതപ്പനും ഡോണപ്പനും വെള്ളാർപ്പാടം പള്ളിയിലേക്ക് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് അവരെ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് എനിക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചത്. അപ്പോൾ അവിടുത്തെ നേർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചൂലെടുത്തിട്ട് ആ ഒരു പോർഷൻ ഫ്രണ്ടിൽ ആ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്, ആ പോർഷൻ അടിച്ചു വാരുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിയോഗം വെച്ചിട്ട് എന്തൊരു കാര്യം നേർന്നാലും അത് നേർച്ച തന്നെയാണ്. എന്നാലും അവിടുത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഏതപ്പൻ്റെ കയ്യിലും ചെറിയൊരു കുഞ്ഞിച്ചൂലും കൊടുത്തിട്ട് അവൻ്റെ കുഞ്ഞിക്കൈയൊക്കെ വെച്ചിട്ട് അവനും അടിച്ചു വാരി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുർബാന കൂടാനും നൊവേന കൂടാനുള്ള അവസരമൊക്കെ ലഭിച്ചു കേട്ടോ. കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെ പള്ളികളിൽ സന്ദർശിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏതപ്പന് ഭയങ്കര ഇഷ്ടമാണ്. അവന് വേറെ എവിടെ പോയില്ലെങ്കിലും പള്ളിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ഭാഷയിൽ ഓശാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയാണ് കേട്ടോ. അപ്പോൾ അവനോട് ഇപ്പോൾ എവിടെ പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആദ്യം പറയണത് ഓശാന എന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് പള്ളി ഫുള്ളൊന്ന് കാണാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും മഴ അത്യാവശ്യം പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ചു. കാരണം അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് കുറച്ചധികം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ വലിയ മഴയ്ക്ക് മുമ്പ് വീട്ടിൽ എത്താമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാഴ്ചകളും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ചയും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതപ്പനും ഡോണപ്പനും കൂടി ഒരുമിച്ച് ബാക്ക് സീറ്റിലിരുന്ന് അങ്ങനെ രണ്ടുപേരും കൂടി അടിയായി. അപ്പോൾ ഒരാളെ ഞാൻ ഫ്രണ്ടിലും കൊടുത്തു. ഏതപ്പനാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഭയങ്കര മാന്തും പിച്ചും ഒക്കെയാണ് കേട്ടോ. അവന് ചില സമയത്ത് ഇങ്ങനെയാണ്, പിച്ചിലും മാന്തലും ഒഴിഞ്ഞിട്ട് ഒരു നേരമില്ല. എൻ്റെ അമ്മയുടെ ഐശ്വര്യൻ്റെയും പപ്പയുടെ ഒക്കെ കഴുത്തും പുറവും ഒക്കെ അവൻ പിച്ചി മാന്തി പൊട്ടിച്ച് വെച്ചേക്കാണ് കേട്ടോ. ഇപ്പോൾ ഡോണപ്പനും ചെറുതായിട്ട് ആ ഒരു പിച്ചിലും മാന്തലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇരിക്കണ കണ്ടില്ലേ, ഇത്രയും നേരം ബാക്കിലിരുന്ന കാരണം കാഴ്ചകളൊന്നും കാണാൻ പറ്റാണ്ട് അമ്മാമ്മേൻ്റെ അടുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. അപ്പോൾ ഏതപ്പം നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവൻ ഒറ്റയ്ക്ക് ഒരു ചെയറിലൊക്കെ ഇങ്ങനെ ഇരിക്കണം, ഭയങ്കര ടിപ്പ് ടോപ്പായിട്ടേ ഇരിക്കുകയുള്ളൂ, വലിയ അലമ്പും കാര്യങ്ങളൊന്നും എടുക്കില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എത്തിയപ്പോഴത്തേക്കും നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നാലും വലിയ രീതിയിലുള്ള മഴയൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, വീട്ടിലെത്തി പിള്ളേരൊക്കെ കുളിപ്പിച്ച് നല്ല ടിപ്പ് ടോപ്പൊക്കെ ആക്കി സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ആ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.